So far Sirokin Bash, how is it? Finally we have come to the end of the Sirokin Bash 23. I know you have been eagerly waiting for Joseph Fathers. Yes. So all the Joseph Fathers came together and they put together a new show this year, entirely different from last year. So it's so exciting, and also it give you a good message, and it has a lot of skit on the stage, video, dance, music, everything you are expecting from Joseph Fathers. I know we won't disappoint you, but it will be so exciting. So please fasten your seat belt and ready for the Punyalan Stroking 2023. The world is experiencing a pandemic, the coronavirus. It may not be over, but our faith in God is what's giving us the hope during this pandemic. It's our faith that keeps us steady as we wake up every morning to fight on an invisible enemy. And it's our faith that disarms our anxiety and offers hope through this storm. As we feel our individual weakness and vulnerability, God is perhaps training us to repent of our self-dependence and to learn to live by faith and prayer. Thank you, God, for keeping us safe. സഹൃദയരെ, നീണ്ട 2 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ജോസഫ് ഫാദേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ ദൃശ്യ ശ്രാവ്യ കലാസൃഷ്ടി ആച്ചുവിന്റെ മാലാഖമാർ 2ാം ഭാഗം. ഇതെവിടെയാ സ്ഥലം? ഇന്നലെ എന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ബോറായിരുന്നു. ആ നാട്ടുകാര് നല്ലതായതുകൊണ്ട് തല്ല് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റ് റൈറ്ററോട് പറ ഒരു നല്ല കഥ എഴുതാൻ. ഇതൊരുമാതിരി ഫ്യൂഷൻ, ബാലയല്ല, ബൈബിൾ നാടകമല്ല, പിന്നെ എങ്ങനെ അഭിനയിക്കും? അത് നേരാ, കോസ്റ്റ്യൂം മാറാൻ പോലും നേരം കിട്ടിയില്ല. മതിയടാ, അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് പറ. വാർക്കപ്പണിക്ക് നടന്നവനെയൊക്കെ വലിച്ചു കയറ്റി നമ്മൾ നാടകത്തിന് കൊണ്ടുപോയി. ഇപ്പൊ നമ്മൾ അനുഭവിക്കുക. ഒരു സ്പാനിഷുകാരൻ, ഞാൻ അയാളോടൊന്ന് ചോദിച്ചിട്ട് വരാം. നീ ഏത് ഭാഷ ചോദിക്കും? ഞാൻ തന്നെ ചോദിച്ചോളാം. അണ്ണാ, இந்த பக்கத்துல ഒരു മലയാളം ചർച്ച தெரியுமா? എടാ മാലാഹേ, ഈ സ്പാനിഷുകാരൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ല, ഞാൻ തന്നെ ചോദിച്ചോളാം. അമീഗോ, ദോന്തെ എസ്തെ മലയാളം പള്ളി? ഇത് തന്നെയാ മലയാളം പള്ളി, നേരെ പോയാ മതി. ഇതെന്തൊരു അത്ഭുതം! മലയാളം പറയുന്ന സ്പാനിഷുകാരനോ ഈ പള്ളിയിലെ വികാരിച്ചിനെ സമ്മതിക്കണം. സ്പാനിഷുകാരെ വരെ മലയാളം പഠിപ്പിച്ചു. വാ, വണ്ടി കയറ്. ബാക്കി കിട്ടാനുള്ള കാശ് വാങ്ങിക്കണം. നാടകം കഴിഞ്ഞ് ചോദിച്ചാലുണ്ടല്ലോ, പള്ളിയിലെ ലോണും പ്രാരാബ്ധവും പറഞ്ഞ് നമ്മുടെ കാശ് ചിലപ്പം തരത്തില്ല.
നിങ്ങളൊക്കെ ജോസഫ് ഫാദേഴ്സിന്റെ ഇവിടുത്തെ ആൾക്കാരാണോ? ആരാ? അറിയില്ലെന്നോ? ഈ പുണ്യാളം തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളിവിടെ ഈ പരിപാടി അവതരിപ്പിക്കാൻ വന്ന പുണ്യാളം തിയേറ്റേഴ്സിന്റെ ആൾക്കാരാണ്. നിങ്ങളായിരിക്കുമല്ലേ ഈ ജോസഫ് ഫാദേഴ്സിന്റെ ഭാരവാഹികൾ? ഫാദേഴ്സ് ഗ്രൂപ്പ് ഒക്കെ പ്രായമായവർക്കുള്ളതല്ലേ? ഞങ്ങളൊക്കെ യങ്ങേഴ്സ് ടീമാ. അല്ല, അവിടെ ഒരു മെക്സിക്കൻകാരൻ നിന്ന് മരിച്ചു പണിയെടുക്കുന്നുണ്ടല്ലോ. ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു സ്പാനിഷുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. മെക്സിക്കനോ? തൊപ്പിയൊക്കെ വെച്ച് അവിടെ അടിപൊളി. അങ്ങനെ നമ്മുടെ വികാരിയച്ഛൻ. അപ്പോ ആ പരിപാടിക്ക് ഒരു തീരുമാനമായി. ഞങ്ങളുടെ അച്ഛൻ പൊളിയല്ലേ, ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഓ, സമാധാനമായി. ഈ ഫാദേഴ്സ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് അപ്പോ? പുള്ളിക്കാരൻ ഭയങ്കര തിരക്കുള്ള ആളാ. എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഓ, എന്തൊരു വിനയം! ഈ ഫാദേഴ്സിന്റെ പ്രസിഡന്റിനോട് ഇത്ര ബഹുമാനമാണോ? അത് വിളിക്കുന്നത് ഭാര്യനെയാ. ഇപ്പൊ വിളിക്കുന്നതാണ് പ്രസിഡന്റ്. ഹലോ പ്രസിഡന്റ്, നിങ്ങളെ കാണാൻ ഈ നാടകക്കാർ വന്നിട്ട് കുറെ നേരമായി. ഒന്ന് വേഗം വാ. ഓ, അതൊന്നും സാരില്ലെന്നേ. ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങൾ ആരെ പേടിക്കാനാ? ഞാൻ പിതാവിനെ വിളിച്ച് പറഞ്ഞോളാം. നമസ്കാരം, ഞാൻ പുണ്യാളം തിയേറ്റേഴ്സിന്റെ പ്രൊപ്പറേറ്റർ ഇട്ടിക്കോര. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നോ? പരമസുഖം. അല്ല, ഇതാരാ മനസ്സിലായില്ലല്ലോ? അറിയില്ലേ? ഞാനാണ് കടുവാക്കുന്നൽ കുറുവച്ചൻ. ഞാനാണ് ആനക്കാട്ടിൽ ഇപ്പച്ച്. ഞങ്ങളൊക്കെ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഓ, സമ്മതിക്കണം. കണ്ടാ പറയില്ല കേട്ടോ. അത് പോട്ടെ, ഞങ്ങൾ തട്ടേ കയറാൻ റെഡി ആയിട്ട് വന്നതാ. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ഫാമിലി നൈറ്റൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെന്താ, ഇതാ അവിടെയാണ് സ്റ്റേജ്. നിങ്ങൾക്കിവിടെ ഒരു കുറവും ഉണ്ടാകില്ല. പിള്ളേരെ, ഇവരുടെ എല്ലാ കാര്യവും നോക്കിക്കോണം. സന്തോഷം. എന്നാ ഞങ്ങൾ പണി തുടങ്ങട്ടെ. ആയിക്കോട്ടെ. ഞങ്ങൾക്കിവിടെ ഒരു അടിപൊളി ഡാൻസ് ടീമുണ്ട്. നിങ്ങൾ റെഡി ആകുമ്പോഴേക്കും അവരിവിടെ ഒരു ലൈവ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.
It's really boring. None of my friends play soccer. They all play football. കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മളിവിടെ കളിക്കാൻ വരുന്നു. അന്ന് മുതൽ ഞാനിത് കേൾക്കുന്നതാ. ഇതാടാ ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ഫുട്ബോൾ. നീ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് കണ്ടിരുന്നു? എന്തൊരാവശ്യമായിരുന്നു. നിന്റെ ഫുട്ബോൾ കണ്ടാൽ എനിക്കൊരു തേങ്ങയും മനസ്സിലാകുന്നില്ല. കുറെ മല്ലന്മാർ ഒരു പന്തിന് വേണ്ടി കുസ്തി പിടിക്കുന്നു. എന്ത് കളിയാടാ അത്. Dad, that is real football. What we just played is soccer. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ നിന്റെ ഗ്രാജുവേഷൻ പാർട്ടിക്ക്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ Dad, I'll come with my friends. സൂക്ഷിച്ചു വരണം. ഒത്തിരി സ്പീഡിലൊന്നും കാർ ഓടിക്കരുത്. മോളെ ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. ഓ വന്നോ? ഞാൻ വിചാരിച്ചു ഇനി കളിച്ച് അർജന്റീനയിൽ എങ്ങാനും പോയെന്ന്. എടിയെ, ഒരു ഭാവി മെസ്സിയുടെ കോച്ചിനോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. ആ മെസ്സി വന്നല്ലോ. നീ ആരുടെ കൂടെയാടാ വന്നത്? ആ അപ്പുറത്തെ വീട്ടിലെ വെളുമ്പൻ ചെറുക്കന്റെ കൂടെ എങ്ങാനും ആണോ? ഇല്ലടി, അവന്റെ പള്ളിയിൽ കൂട്ടുകാരുടെ കൂടെ. നമ്മൾ ചോദിച്ചത് എന്തെങ്കിലും അവൻ കേട്ടോ എന്നൊന്ന് നോക്കിക്കേ. നീ എന്നതാടാ ഈ കുന്ത്രാണ്ടത്തിൽ കൂടെ കേൾക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. Mom, what are you doing? Away from the finish line, your boy trying to win it. I only got 15, I wish I had a minute. ഹോ, ചെവി പൊട്ടിപ്പോയി. ഇത് എന്നതാടാ നീ കേൾക്കുന്നത്? ഇത് പാട്ടാണോ? ഇതിലും നന്നായിട്ട് നിന്റെ അപ്പം പാടൂലോ? Mom, this is cool music. We all like this kind of music. I'm going upstairs to take a shower. Make sure you invite my friend Brad from across the street. എടിയേ, ഇനി 1-2 ദിവസം കൂടെ ഉള്ളു അവന്റെ ഗ്രാജുവേഷൻ പാർട്ടിക്ക്. ഇനി ആരെങ്കിലും വിട്ടുപോയോ എന്നൊരു സംശയം. ആ ചാക്കോച്ചനെ വിളിക്കണം. ഓ എന്നാത്തിന്? $25 തരും, $100 തീറ്റയും തരും. പോരാത്തതിന് ആ പെണ്ണും പിള്ളയുടെ പൊങ്ങച്ച മുഴുവനും കേൾക്കണം. പിന്നെ ആ വെളുമ്പ് ചെറുക്കനെ ഒന്നും വിളിച്ചേക്കരുത്. എനിക്കവനെ കാണുമ്പോ കലി വരും. അവന്റെ ഒരു കോലം, മുടിയും വിട്ടേല, ഫുൾ ടൈം ഈ ഹെഡ്ഫോണും വെച്ചോണ്ടുള്ള ഒരു നടപ്പും. അങ്ങനെയൊന്നും പറയരുത്. അവനൊരു പാവം ചെക്കനാ. നമ്മൾ വളർന്ന കാലം പോലെ ഒന്നും അല്ല ഇപ്പോ. ഇവരൊക്കെ കേൾക്കുന്ന പാട്ടും ഇടുന്ന ഷർട്ടും ഹെയർ സ്റ്റൈലും ഒക്കെ വേറെയാ എന്ന് വിചാരിച്ച് അവന്മാരൊന്നും അത്ര മോശം പിള്ളേരല്ല. നിങ്ങൾ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഈയിടെയായിട്ട് ആച്ചുവിനെ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട്.
അവന്റെ പാട്ടും അടക്കി പിടിച്ച ഫോൺ വിളിയും റൂം അടിച്ചിട്ടുള്ള ഇരിപ്പും ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇവന്റെ ബാക്കിയുള്ളത് നാട്ടിലായതുകൊണ്ട് ഇച്ചിരി സമാധാനമുണ്ട്. അല്ല, ഈ പപ്പ ഇത്രയും നേരമായിട്ടും പള്ളിയിൽ നിന്ന് വന്നില്ലല്ലോ. അതെങ്ങനെയാ? പപ്പ തന്നെ വരുമോ? നിങ്ങളുടെ കൂട്ടുകാരൻ ജോർജ് ഡ്രോപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? നീ ഇവിടെ എത്തിയോ? എടി, ജോർജും പപ്പ എത്തി. ഞാൻ അടുക്കളയിലേക്ക് പോകുക, എനിക്കിച്ചിരി പണിയുണ്ട്. ജോർജേ, കേറി വാ. ജോസേ, എന്നാ ഉണ്ട്? അച്ചു എന്തിയടാ? അവൻ അവന്റെ മുറിയിലുണ്ട് പപ്പ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ചുവും പപ്പയും ഭയങ്കര കൂട്ട. സാധാരണ അവന്റെ കൂടെ പള്ളി പോകാറുള്ളത്. ഇന്ന് അവന് സോക്കർ പ്രാക്ടീസ് ആയതുകൊണ്ടാ നിന്നോടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. വാ, നീ ഇരിക്കും. ഇല്ല ജോസേ, പോട്ടെ, ഇച്ചിരി തിരക്കുണ്ട്. ഗ്രാജുവേഷൻ പാർട്ടിയൊക്കെ എന്തായി? എന്താകാനാ, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അമ്മൂന് പാർട്ടി മിസ്സാകുമല്ലോ. എന്നാ ചെയ്യാനാ, ഞങ്ങളുടെ കൂടെ അവൾക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു വരണ്ട. അവൾക്കാണെങ്കിൽ കുറച്ചു കാലം കൂടി കസിൻസിന്റെ കൂടെ നിൽക്കണമെന്ന ഒരു ആഗ്രഹം. ഞാനാണെങ്കിൽ അങ്ങ് നിന്നോളാനും പറഞ്ഞു. അപ്പൊ ശരി, പാർട്ടിക്ക് കാണാം. എന്നാ ശരി. ബിജോ, പാർട്ടിക്ക് ഒരു ചില്ലി ചിക്കനും കൂടെ വേണമായിരുന്നല്ലോ. അച്ചുവിനാണെങ്കിൽ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടാ. ഇനി അവൻ കോളേജിൽ പോയി ഇതൊക്കെ എപ്പം കഴിക്കാനാ? ബിജോ, കേൾക്കണില്ലേ? ഇവിടെ റേഞ്ച് കുറവാ, ഞാൻ പുറത്തേക്ക് വരാം. നീ എന്നതാ അവിടെ നിന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാനിവിടെ ഹോംവർക്ക് ചെയ്യുക പാപ്പ. നീ ഇവിടെ ഇരുന്നേ. ഇന്ന് അച്ഛൻ എന്നതാ പള്ളിയിൽ പറഞ്ഞതെന്ന് നിനക്കറിയാവോ? കാവൽ മാലാഖമാരെ കുറിച്ചാ. കാവൽ മാലാഖമാരോ? അതെന്താ? കാവൽ മാലാഖ എന്ന് വെച്ചാ ഗാർഡിയൻ ഏഞ്ചൽ. പാപ്പൻ എപ്പോഴും പറയാറില്ലേ ഈ മാലാഖമാരെ കുറിച്ച്, നമ്മളെയൊക്കെ കാക്കുന്ന മാലാഖമാരെ കുറിച്ച്. പാപ്പ, ഞാനത് മറക്കുവോ? ഞങ്ങളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ മാലാഖമാരല്ലേ. എൻ്റെ ലിറ്റിൽ സിസ്റ്റർ അമ്മുനെ ടേക്ക് കെയർ ചെയ്തതും ഈ മാലാഖമാരല്ലേ. നീ അതൊക്കെ ഓർക്കുന്നുണ്ടല്ലേ? ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. വാ, നമുക്ക് കിടക്കാം. നാളെയല്ലേ നിന്റെ ഗ്രാജുവേഷൻ പരിപാടി? കാവൽ മാലാഖമാരെ കാത്തോളണേ. நட்சத்திரமே அந்த பூவானம் ഉണക്കുതാനേ മിന്നിക്കും കാലം വന്നാൽ ആ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ. അയ്യോ എടാ ആച്ചു, നീ പൊളിക്കട. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. നടൻ പതി പങ്കുതി കൊണ്ടാട്ടമാണിന്നട.
മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ രജനി എല്ലാരും ജനത്തിൻ തോൾ ചേർന്ന നടികരടാ പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടാ റോഷൻ എന്ന ടീനേജൻ പാഷൻ ജോസേ ആ സ്പാനിഷുകാർ ഇന്നും പുല്ലുവെട്ടാൻ വന്നിട്ടുണ്ടോടാ? അയ്യോ പപ്പ, അത് ആ ജോസഫ് ഫാദേഴ്സിന്റെ ബംഗാളി ഡാൻസുകാരാ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമേട മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൊറുപ്പാണെന്നാലും നടിപ്പ് ചോറായാൽ രസികർ നെഞ്ചേറ്റി നടക്കുമെടാ തമിഴ് മലനാട് മുംബൈ തെലങ്കാന നിറയെ കട്ടൗട്ട് നിരത്തുമെടാ നീ കണ്ടാൽ കബാഡി നിൻ കയ്യിൽ തുപ്പാക്കി നീ കണ്ടാൽ കബാഡി കരുത്തുള്ള കയ്യിൽ തുപ്പാക്കി കോട്ട് സൂട്ട് പുത്തൻ ബൂട്ട് വീട് പിന്നെ ഫോറിൻകാര് വേണം പിന്നെ പോലീസ് എസ്കോർട്ട് മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ മിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേട. ആച്ചു, നീ എവിടെയാടാ? എടി, അവൻ നമ്മുടെ മോനല്ലേ. നീ വിചാരിക്കുന്ന പോലെ വേണ്ടാത്ത പൊടിയൊന്നും ആയിരിക്കത്തില്ല അവന്റെ ബെഡിന്റെ അടിയിൽ നിന്ന് നിനക്ക് ഇന്നലെ കിട്ടിയത്. വേറെ എന്തെങ്കിലും ആയിരിക്കും. നീ ഒന്ന് വിഷമിക്കാതെ. എന്നാലും എന്റെ മാതാവേ, നമുക്ക് ഈ ഗതി വന്നല്ലോ അച്ചായ. നീ ഒന്ന് അടങ്ങടി. കർത്താവ് കൈവിടിയല്ല. നീ അവനോട് ഇത് ചോദിച്ചോ? ഇല്ല, ഞാൻ നമ്മുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇതിലെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വരുന്നു. ഇതെന്നാ ഡോറൊക്കെ തുറന്നിട്ട് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പാപ്പോ, എന്നാ ഉണ്ട് വിശേഷം? അച്ചോ, ഇരിക്കേ. എന്നാലും അച്ചോ, എനിക്ക് ഈ ഗതി വന്നല്ലോ. അച്ഛൻ അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചോ? ചോദിച്ചു. എന്നിട്ടോ? അവൻ എന്നോട് സത്യം പറഞ്ഞു. എന്നാ അച്ഛാ പറഞ്ഞത്? ഞാനും അപ്പാപ്പനും ഒരുമിച്ച് അവനോട് സംസാരിച്ചത്. ആണോ? പപ്പ എന്താ ഒന്നും ഞങ്ങളോട് പറയാഞ്ഞത്? എന്നിട്ട് അവൻ എന്താ പറഞ്ഞതെന്നൊന്ന് പറയച്ചോ.
ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. കയറി വാ. എന്തൊക്കെയുണ്ട് അച്ചു? പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നോ? അതെ അച്ചോ, എല്ലാം സൂപ്പറായിരുന്നു. എന്നാ നിന്റെ മമ്മി പറഞ്ഞത് അങ്ങനല്ലല്ലോ. നിന്റെ മുറിയിൽ നിന്ന് അവൾക്ക് എന്തോ വെളുത്ത പൊടി കിട്ടിയെന്നോ ഒക്കെ കേട്ടു. ഓ, അത് മമ്മിക്ക് കിട്ടിയോ? ഇന്നലത്തെ പാർട്ടിയിൽ കഴിച്ച ഡോണറ്റിന്റെ ക്രംസ് ട്രാഷി കളയാൻ വേണ്ടി ഞാനൊരു പേപ്പറിൽ പൊതിഞ്ഞ് ബെഡിന്റെ അടി വെച്ചായിരുന്നു. ഇന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല. മമ്മിക്ക് എന്താണ് ഈ ഡോണറ്റ് ക്രംസ്? ഈ ഡോണറ്റ് ക്രംസ് നമ്മളെല്ലാം പേടിപ്പിച്ച് കളഞ്ഞു. നിന്റെ മമ്മിയാണെ കരച്ചിലോട് കരച്ചിൽ. മമ്മി വിചാരിച്ച് ഇത് ഏതാണ്ട് വേണ്ടാത്ത പൊടിയാണെന്ന്. പാപ്പനും അങ്ങനെ വിചാരിച്ചോ? അപ്പാപ്പനല്ലേ കണ്ണടച്ച് പ്രാർത്ഥിച്ച വരുന്ന ഏഞ്ചൽസിനെ കുറിച്ച് പഠിപ്പിച്ചത്. ഇപ്പോഴും രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ഏഞ്ചൽസിനെ കാണാറുണ്ട്. ഈ മാലാകന്മാർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു പൊടി എന്നെ വഴി തെറ്റിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ അച്ചു, ഇവനെ ഒന്നും തൊടാൻ ഒരു ചെകുത്താനും പറ്റിയല്ല. ഞാനാ അവന് വിശ്വാസം പറഞ്ഞു കൊടുത്തത്. 12 വർഷം ഞങ്ങളുടെ CCD ആൻറ്റിമാരും അങ്കിൾമാരും പഠിപ്പിച്ചു തന്ന വിശ്വാസം അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ മറക്കില്ല. We might look different, dress different, and listen to strange music than you are familiar with, but my base of faith is from my parents, grandparents, and this church, so I will not lose that faith or go astray. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പിള്ളേരുടെ പരിപാടി? എൻ്റെ ട്രൂപ്പായിട്ട് പറയുമല്ല, എന്നാ ഒരു പെർഫോമൻസാ. സമ്മതിക്കണം എൻ്റെ പിള്ളേരെ. ടോമിച്ച, ഈ നിങ്ങളുടെ ഡാൻസ് ട്രൂപ്പിന്റെ ടീമിന്റെ ഒരു പ്രോഗ്രാം കൂടി ആയാലോ? നമുക്കൊരു ഓളമൊക്കെ ഉണ്ടാക്കണ്ടേ? ഞാൻ പോയി പ്രോഗ്രാമിന്റെ പൈസ കിട്ടുമോ നോക്കട്ടെ. ഈ കൈക്കാരന്മാർ ഇവിടെ എങ്ങാനും കാണുമോ? Not salsa, not flamenco, my brother. Do you know Natakutu? What's Natakutu? పొలం గట్టు దుమ్ములోన పోట్ల గిత్త దూకినట్టు పొలేరమ్మ జాతరలో పోతరాజు ఊగినట్టు కిర్రు చెప్పులేసుకొని కర్ర సాము చేసినట్టు మర్రి సట్టు నీడలోన కుర్ర గుంపు కూడినట్టు ఎర్ర జొన్న రొట్టెలోన మిరప తొక్కు కలిపినట్టు నా పాట చూడు, నా పాట చూడు, నా పాట చూడు. నాటు 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 వీర నాటు, నాటు 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 పూర నాటు, నాటు 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 పచ్చి మిరపలాగా పిచ్చనాటు, నాటు 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 పిచ్చు కత్తిలాగా వెర్రి నాటు.
ഇട്ടിച്ച നാടകം ഗംഭീരമായി. ഇനി എന്താ പരിപാടി? എൻ്റെ ടോമിച്ച, ഈ നാടകം കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. ഒരു സിനിമ എടുത്താലോ എന്നൊരു പ്ലാൻ. അത് കൊള്ളാം. ടോമിച്ച, എൻ്റെ സിനിമയ്ക്ക് കുറച്ച് പുതുമുഖങ്ങളെ വേണ്ടി വരും. ഈ പള്ളിയിൽ ആരെങ്കിലും കിട്ടുമോ? ഉണ്ടോ എന്നോ? ഈ പുതുമുഖങ്ങളെ ഒന്ന് കണ്ടു നോക്ക്. അടിപൊളി. എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ? കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താടാ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. അവിടെ ഇരിക്ക. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട നിങ്ങൾ മൂന്നുപേരും കുനിഞ്ഞോണം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി. എന്താണ് ഇവിടെ? അപ്പുറത്തൊരു കുട്ടി നാലെണ്ണം കൂടി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം. യോഗാസനോ? യോഗാസനം ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ആരത്? ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചന്ദ്രിക തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്തൊരു എനർജി ലെവൽ ഇവന്മാർക്ക്. കാലക്കി. ഇനി വില്ലന്മാരെ കൂടെ കിട്ടിയാൽ ടോമിച്ച എനിക്ക് സിനിമ തുടങ്ങാം. അതിന് വഴിയുണ്ടാക്കാം. ആരാ? എന്നെ അറിയില്ല, പറഞ്ഞാൽ പറയും. ഞാൻ പേടിക്കണ്ട, അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ, പഴയ ജോൺ. ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രൂസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ? ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ. അതുകൊണ്ട് അതിങ്ങ് തന്നേക്ക്. മതിയായി, ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ CID-കളെ ജീവനോടെ വെച്ചോണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല. നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായെ വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശ് കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം. പവനായി വന്നേ പറ്റൂ. ഹലോ മിസ്റ്റർ പവനായി,
വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. യു സീ, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. ലുക്ക് ഹിയർ, ഐ ഹാവ് ഓൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ്. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ. ഇത് അമ്പും വില്ല് ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. ഏത് വേണമെന്നങ്ങ് പറഞ്ഞേച്ചാ മതി. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ആ സേഡികൾ ചില്ലറക്കാരില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ചായ? നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? ടോമിച്ച, ഒന്ന് ആലോചിച്ചപ്പോൾ ഒരു CBI ആംഗിൾ കൂടി ചേർത്താലോ എന്ന് ആലോചിക്കുക. ഓക്കെ, അതിന് എത്ര പേര് വേണം? ഒരു 4-5 പേര് ആയിക്കോട്ടെ. ഹലോ, ഡിവൈഎസ്പി ദേവദാസ് സാറല്ലേ? ഇത് ഔസേപ്പച്ചനാന്നേ. ദേ ആ CBI-ക്കാരന്മാര് 2 ആൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ, Everything ready, Mr. Vikram? Yes, sir. ഡെമ്മി ഇങ്ങോട്ട് എടുക്കും. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സാർ, ചെക്ക് ചെയ്തു. വെയിറ്റ്. ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. ലൈക്ക് ദിസ്. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെ? ലൈക്ക് ദാറ്റ്. റെഡി അല്ലേ? റെഡി സാർ. കം ഓൺ. Vikram, mark it. Yes, sir. Vikram, you note the distance between two bodies? How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. ഇതൊക്കെ പറഞ്ഞാലും ടോമിച്ച, ഒരു കോമഡി ഇല്ലാതെ എങ്ങനെയാ? അതിനെന്താ, ഇവിടെ മുഴുവൻ കോമഡിക്കാരല്ലേ. എത്ര എണ്ണം വേണം? എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി. ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. ആ ഡ്രൈവറെ ഇന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ ആന്റി. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിന്ന് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. Stop it. See, uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്കൻ ഗ്രാമർ ഇല്ലടേ. Uncle, send him out. Out house, go away. Go away. In the house of my wife and daughter, you will not see any minute of the today. Go
നിങ്ങളുടെ പള്ളി ഒരു സംഭവം തന്നെ. എന്താ ചെയ്യുക, ഞാൻ പ്രസിഡന്റായി പോയില്ലേ. ഇട്ടിച്ച, ഇനി ഒരു ബഹുമുഖ പ്രതിഭനം കൂടെ പരിചയപ്പെടുത്താനുണ്ട്. അത് കൊള്ളാലോ. പുള്ളി തിരക്കഥ, സംഭാഷണം, അഭിനയം എല്ലാം. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഇയാളൊരു സംഭവം തന്നെ ടോമിച്ച, നമുക്ക് ഇയാളെ വേണം. എന്നാ പിന്നെ ഇവിടുത്തെ നിത്യഹരിത നായകനെയും നായികയും കണ്ടു നോക്ക്. ആ കാണാം. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കോടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കോടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കോടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുന്നല്ലോ, നമ്മുടെ സ്റ്റാറാ വരുന്നു തോന്നുന്നു. ആ, മെഗാസ്റ്റാറോ? ആ, നമുക്കൊന്ന് കണ്ടു കളയാലോ. What did he say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. Hello, we have come to the final part of the show. You can come to the stage and dance with the fathers. Just come, everybody come over and dance with the fathers. Come, all the kids. Everybody, you can come on the stage,
Come, come. While we are done, we would like to thank Joseph Father. Okay, special thanks to Joseph Father's leads, Jidesh Sotatil, Francis Matthew, who have been the script writers and directors, Sam Alexander. Special thanks to Jijo Thomas, camera, Colin, Reggie Thomas, editing by Robert Anthony, Anish George, dance lead Sunil Jose, program coordinator Georgie, audio, special thanks to Shija Thomas, Rijo, Alex Crispin, food, Sunil Paul, special thanks to Maria Mothers who helped with us, like Mamada, Jocelyn Francis, Omana Padavan. So we express our special gratitude to Manur and family and Padavans for providing their home for video. All right. So the program is coming to an end. So now we will have a small teaser for the next year's show. Also, food is being served there. Thank you, thank you, thank you.